ഹലോ എവരിവൺ, ഡിയർ മെമ്പേഴ്സ്, മറ്റൊരു മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് സ്വാഗതം. MBA അഡ്മിഷൻ, ഹൗ ടു ചൂസ് എ MBA കോളേജ്. ചില പാരാമീറ്റേഴ്സ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എങ്ങനെ ഒരു MBA കോളേജ് ചൂസ് ചെയ്യാം. പലരും പല കോളേജുകളിലൊക്കെ ഓപ്ഷൻസ് എല്ലാം കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആണ്, ആ കോളേജാണോ ഈ കോളേജാണോ. ഒരു ഡിഫിക്കൽട്ടായിട്ട് പ്രോസസ്സാണ്, പക്ഷേ എന്നാലും നിങ്ങളെ സഹായിക്കാവുന്ന ചില കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുവാണ്. ഓഫ് കോഴ്സ് ഫൈനലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോളേജസും നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ how to choose a MBA college? So it's a very important question. അപ്പോൾ അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയ ചില പാരാമീറ്റേഴ്സ് നമ്മൾ പറയാം. ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ്? ചിലപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. ഓഫ് കോഴ്സ് ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പ്ലേസ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. എക്സ്പോഷർ, സ്റ്റുഡൻറ്റ് എക്സ്പോഷർ, നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ, അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ, മാനേജ്മെൻറ്റ് ഫെസ്റ്റുകൾ, അവിടെ കോർപ്പറേറ്റ് ഇൻട്രാക്ഷൻസ്, ആ കോളേജിലുള്ള ഫോറംസ്, ക്ലബ്സുകൾ, അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രി എക്സ്പോഷർ, ഇൻഡസ്ട്രി വിസിറ്റുകൾ, അങ്ങനത്തെ എക്സ്പോഷർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ചില ആൾക്കാർക്ക് ഫീസ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരിക്കും. ചില ആളുകൾ ഫീസ് കുറഞ്ഞ ക്യാമ്പസ് നോക്കി ചൂസ് ചെയ്യും. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. നമ്മുടെ അഫോർഡബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഫീസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ചൂസ് ചെയ്യാനായിട്ട്. പ്രോക്സിമിറ്റി, ചിലപ്പോൾ നമ്മുടെ വീടിന് അടുത്തുള്ള കോളേജ് നമുക്ക് പോയി വരാൻ സൗകര്യത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചില കോളേജുകൾ ചൂസ് ചെയ്യും. പ്രോക്സിമിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ ഇതിനെപ്പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് ചിലപ്പോൾ കോളേജിൻ്റെ വെബ്സൈറ്റൊക്കെ നോക്കിയിട്ട് അവിടുത്തെ ഫാക്കൽറ്റി എക്സ്പീരിയൻസ്, ഫാക്കൽറ്റി എക്സ്പോഷറൊക്കെ നോക്കി PhDയും ഫാക്കൽറ്റിയുടെ മറ്റേ എക്സ്പീരിയൻസുകളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ഈ അക്കാഡമിക് റിസൾട്ട്, നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന കോളേജുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും ചില വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യാം. സോ ക്യാമ്പസിലുള്ള സ്റ്റുഡൻറ്റ് ലൈഫ്, ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇപ്പോൾ അടിപൊളിയൊക്കെ വേണം അല്ലേ. ക്യാമ്പസിൽ സ്റ്റുഡൻറ്റ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ ഈവൻറ്റുകൾ, പ്രോഗ്രാംസുകൾ. സോ ദാറ്റ് ഈസ് ഫൺ എലമെൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്, സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റും ഫണ്ടും അതുപോലെ തന്നെ ലേണിങ്ങും ഒരേ സമയം തന്നെ ആവശ്യമാണ് ക്യാമ്പസിൽ. അപ്പോൾ സ്റ്റുഡൻറ്റ് ലൈഫ് എങ്ങനെയാണ്, എനിക്ക് ഈ പാരാമീറ്റേഴ്സൊക്കെ ചിലപ്പോൾ സ്റ്റുഡൻസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിരവധി പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികൾ എടുക്കുന്നത്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ പരിചയത്തോട് ആരുടെ പഠിച്ചത്, അങ്ങനത്തെ റെഫറൻസ്, അങ്ങനെ ഒരുപാട് അലുമിനി റെഫറൻസ് വഴിയൊക്കെ ആളുകൾ ചൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ശരി തന്നെയാണ്. അതെല്ലാം വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഗെയിൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേരിയബിളാണ്. അതിനാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ബിസിനസ്സിലൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ മുടക്കിയതിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ കോണ്ടെക്സ്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി കുറേ അധികം കാലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സിമ്പിളായിട്ട് പറയാം, നമുക്കത് ഈ പൈസ വസൂലായി എന്ന് പറയും. അല്ലെങ്കിൽ നമുക്കതുകൊണ്ടുള്ള ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ മോശമാണ്. ചിലപ്പം ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പം അത്രയും റിട്ടേൺ കിട്ടുന്നതായിട്ടുള്ള യൂട്ടിലിറ്റി ഉണ്ടായിട്ട് തോന്നത്തില്ല. ചിലപ്പോൾ അത്ര പൈസ കൊടുക്കാണ്ട് വന്ന കാര്യങ്ങൾ ഒരുപാട് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എഗെയിൻ ഇതെല്ലാം ഒരു മണി മാറ്റേഴ്സ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഒരു MBA പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫീസ് സ്ട്രക്ചർ കാണാൻ പറ്റും. ഗവൺമെൻറ് കോളേജിലൊക്കെ ഒരു പക്ഷേ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ട്യൂഷൻ ഫീസ് വരുന്നത്. ചിലപ്പോൾ അതിൽ താഴെയൊക്കെയുള്ള ക്യാമ്പസുകൾ ഉണ്ടാകാം. ചിലപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് ഉള്ള പ്രൈവറ്റ് കോളേജസ് കാണാൻ പറ്റും. 4 lakhs 5 lakhs ഒക്കെ ഒരുപാട് പല കോളേജുകളൊക്കെ 4-5 കാറ്റഗറിയിലേക്ക് വരുന്നത്, 5-6 ഇടയ്ക്ക് വരുന്ന കോളേജുകൾക്ക് നിരവധി കോളേജ് കാണാം. 7 lakhsലേക്ക് 7 lakhsലേക്ക് പോകുന്ന കോളേജുകളുണ്ട്. 10 lakhs 12 lakhs ഒക്കെ വരുന്ന, അതിന് മുകളിലോട്ട് പോകുന്ന ക്യാമ്പസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓരോ ക്യാമ്പസുകളും കൂടെ വ്യത്യസ്തമായ ഫീസ് സ്ട്രക്ചർ വരുന്നത്? ആ കോളേജിൽ കൊടുക്കുന്ന റിട്ടേണും അവിടെ നിന്ന് കൊടുക്കുന്ന എക്സ്പോഷറൊക്കെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഒരുപക്ഷെ നമ്മൾ മിനിമം ഗവൺമെൻറ് കോളേജുകൾക്ക് ഫീസുകൾ കുറവാണെങ്കിലും പല ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും അവിടെ കിട്ടുന്ന എക്സ്പോഷറും പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ള, അതേസമയം ഫീസ് കുറച്ചും കൂടെ കുറവുള്ള ഗവൺമെൻറ് കോളേജുകളിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നു. പക്ഷേ ചില ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് എക്സ്പോഷർ വളരെ കുറവായിരിക്കും, പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറും. പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ ഇതേ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള വേരിയിങ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഒരു കോളേജിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ഫാക്ടേഴ്സാണ്. അത് ചെറിയ റിസർച്ച് നടത്തി പഠിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, മറ്റൊരു ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ IIMസിലേക്ക് നോക്കുകയാണ്. IIMസിലെ ഫീസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾ IIM ഫീസ് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന റിസൾട്ടിൽ അപ്രോക്സിമേറ്റ്ലി IIM അഹമ്മദാബാദിൽ ഏകദേശം 34 ലക്ഷം രൂപയാണ് IIM അഹമ്മദാബാദിലെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
2 ഇയർ പ്രോഗ്രാമിൻ്റെ. അപ്പം again IIM ബാംഗ്ലൂരിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 26 ലക്ഷമാണ് കാണുന്നത്. ഗൂഗിൾ ഇതിലെ റിസൾട്ടാണ്. ഇതിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ ഫീ IIMസിലൊക്കെ ഇത്രയും വലിയ ഫീ ആണ്. IIMസിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. ക്യാറ്റ് എക്സാം എഴുതി ഏറ്റവും ടോപ്പ് റാങ്ക്ഡ്, പലരും ക്യാറ്റ് എക്സാം വേണ്ടി 1-2 വർഷമൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. ക്യാറ്റ് എക്സാം എഴുതി ഏറ്റവും ടോപ്പ് സ്കോർ കിട്ടുന്ന 99.9 അല്ലെങ്കിൽ 98% കിട്ടുന്ന ആളുകളാണ് IIMസിലേക്കുള്ള എത്തുന്നത്. ഇത്രയും സ്കോർ കിട്ടിയ ശേഷവും ഇവർ ഇത്രയും ഫീസ് കൊടുത്ത് പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സാധാരണ ഒരുപാട് ടോപ്പ് റാങ്ക് കിട്ടുമ്പോൾ ആൾക്കാർ ഫീസ് കുറച്ചല്ലേ പഠിക്കുക, ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് വരുമ്പം ഫീസ് കുറവല്ലേ വേണ്ടതെന്നൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ IIMസിന്റെ കേസിലൊക്കെ ഈവൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ പോലും അതിനൊക്കെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഫീസാണ് കൊടുത്ത് പഠിക്കുന്നത്, നല്ല ഫീസാണ് അവിടെ പഠിക്കാനായിട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ക്യാറ്റ് എക്സാമിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ടോപ്പ് റാങ്ക് ഒക്കെ വാങ്ങിയാൽ പോലും ഫീസിനകത്ത് യാതൊരു ഇളവും കിട്ടുന്നില്ല. IIMസുകളിൽ നിന്ന് ഇത്രയും ഫീസ് കൊടുത്താൽ നിങ്ങൾ പഠിക്കണം. അവിടെ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? സോ ദ പോയിന്റ് ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അവിടെ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് പാക്കേജാണ്. അപ്പം IIMസിൽ ബാംഗ്ലൂരിലും ഗൂഗിളിന്റെ റിസൾട്ട് തന്നെയാണ്. എക്സാക്ട് ഫിഗർ ഒക്കെ അവരുടെ വെബ്സൈറ്റ് പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്നതേ ഉള്ളൂ. എല്ലാ IIMs പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ടോപ്പ് MNCs എന്നുള്ള പ്ലേസ്മെന്റ് ഏകദേശം ഒരു പാക്കേജ് തന്നെ 35 lakhs തന്നെ ഒരു ആനുവൽ പാക്കേജ് വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം കൊടുക്കുന്ന ഫീസ് ഇക്വലന്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് എന്തായാലും നമുക്കൊരു ആനുവൽ പാക്കേജ് കിട്ടുന്നുണ്ട്. അപ്പം ഒരു സ്പെൻഡ് ചെയ്ത പൈസ, 2 വർഷം സ്പെൻഡ് ചെയ്ത പൈസ ചിലപ്പോൾ ഒരു വർഷത്തെ സാലറി കൊണ്ടോ 2 വർഷം സാലറി കൊണ്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ലോൺ എടുത്ത് പഠിച്ചാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് IIMസിലൊക്കെ പഠിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നതിന് റീസൺ അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ. IIMസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റിലെ റിട്ടേൺ തന്നെയാണ് ഒരു പരിധി വരെ. കാരണം പ്ലേസ്മെന്റ് തന്നെയാണ് എല്ലാവരും ടോപ്പ് MNCസിലേക്കുള്ള പ്ലേസ്മെന്റ്സ് ആണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥത്തിലേക്ക് നോക്കുകയാണെങ്കിൽ. സോ ദാറ്റ് ഈസ് ഐഡിയ. അപ്പോൾ അതുകൊണ്ട് MBA പ്രോഗ്രാം എപ്പോഴും തന്നെ ഫീസ് ഉണ്ടാവും. ഫീസസ് അനുസരിച്ച് ടോപ്പ് കോളേജുകളാണെങ്കിലും ഫീസിന് കുറവൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ IIMസിന്റെ എക്സാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ കോളേജിന് ലെവൽ കൂടുന്നതിനനുസരിച്ച് പലപ്പോഴും ഫീസ് കൂടുകയാണ് സാധാരണ സംഭവിക്കുക. IIMന് തൊട്ട് താഴെയുള്ള മറ്റ് പല ടോപ്പ് MBA പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഫീസ് വളരെ ഒട്ടും മോശമൊന്നുമില്ല. അപ്പോൾ അവിടെയും തന്നെ നിങ്ങൾക്ക് ടോപ്പായിട്ടുള്ള ഇന്ത്യയിലെ മറ്റൊരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള MBA സ്കൂൾസ് ഒക്കെ ചെക്ക് ചെയ്യാൻ ഗൂഗിളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ ഫീസും വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്ലേസ്മെന്റ്സിലുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ സിനാരി. അപ്പോൾ ഈ ഒരു സിനാരി മനസ്സിലാക്കുക. MBA പ്രോഗ്രാമിന് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് എന്നുള്ളൊരു സിനാരി മനസ്സിലാക്കുക. അതിനുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ടാണ്. മറ്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിച്ച് MBA കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. കാരണം അപ്പോൾ ഒപ്പം തന്നെ അതിനുള്ള പ്ലേസ്മെന്റ് സിനാരിയോയും സപ്പോർട്ടും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കേരളത്തിന്റെ സിനാരിയോയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഇപ്പം IIM കോഴിക്കോട് തീർച്ചയായിട്ടും ക്യാറ്റ് അഡ്മിഷൻ എടുക്കണം. NIT ആണെങ്കിൽ അതിന് വേറെ പ്രോസസ്സാണ്. കോഴിക്കോടുള്ള NITക്കും വേറൊരു പ്രോസസ്സാണ്. CMAT ഒക്കെയാണ് നമ്മൾ അപ്പിയർ ചെയ്യേണ്ട എക്സാം. ഇനി ജനറലി കേരളത്തിലെ മറ്റ് കോളേജുകൾ, ഞാൻ കൂടുതലൊരു പ്രൈവറ്റ് കോളേജുകളുടെ കോൺടാക്സ്റ്റാണ് പറയുന്നത്. ഗവൺമെന്റ് കോളേജിലെ എക്സാമിൽ കാര്യം ഞാൻ പറഞ്ഞു, ഫീസ് കുറവാണെന്നുള്ള ഇമ്പോർട്ടൻറ്റ് അട്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ അപ്പോൾ ആ ഗവൺമെന്റ് കോളേജുകളൊക്കെ നല്ല ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പം ഇതൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് പ്ലേസ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മൾക്ക് നമ്മുടെ അത്രയും ഡെപ്തിലുള്ള ഡാറ്റയൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് പലർക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തത്. അവിടെ പഠിച്ച വിദ്യാർത്ഥികളോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ പറയാം. ഹൗ ടു കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നു വിചാരിക്കുക, 4 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നു വിചാരിക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവിടുത്തെ ഫാക്കൽറ്റി പ്രൊഫൈൽ എടുത്ത് നോക്കുക, ഫാക്കൽറ്റിയുടെ എക്സ്പീരിയൻസ് നോക്കുക. അപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ അവർ നല്ല എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ആ കോളേജിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അവിടെ പ്ലേസ്മെന്റ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കുക. അപ്പം പല കോളേജും 100% പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 100% പ്ലേസ്മെന്റ് ഒക്കെ പ്രാക്ടിക്കലി ഈസി ഒന്നുമല്ല. പക്ഷേ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അലുമിനി നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ തന്നെ പല കോളേജുകൾക്ക് അത്യാവശ്യം പ്ലേസ്മെന്റിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലേസ്മെന്റിൽ തന്നെ പല പാക്കേജസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ
അപ്പോൾ ഒരിക്കലും 4 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്ന കോളേജിൽ നിന്ന് നിങ്ങൾ 20 ലക്ഷം രൂപയുടെ പ്ലേസ്മെന്റ് കിട്ടുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്ലേസ്മെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. 4 lakhs ആണ്, അല്ലെങ്കിൽ 5 lakhs 6 lakhs ഒക്കെ ആണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന കമ്പനികളും അവിടെ വരുന്ന പ്ലേസ്മെന്റ്സും ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് മറന്നു പോകരുത്. IIMs നിന്നുള്ള അല്ല ടോപ്പ് MBA കോളേജിൽ നിന്നുള്ള പ്ലേസ്മെന്റ്സ് നിങ്ങൾ കോളേജുകളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സ്പോഷർ, എന്ത് തരത്തിലുള്ള എക്സ്പോഷറാണ് കിട്ടുന്ന ഇൻഡസ്ട്രി പ്രോഗ്രാംസുകൾ, കോർപ്പറേറ്റ് പ്രോഗ്രാംസ്, ഇൻഡസ്ട്രി വിസിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. സ്റ്റുഡൻറ് ലൈഫ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് ആൾക്കാർ കുറച്ചൊരു സ്റ്റുഡൻറ് ലൈഫ്, ഒരു ഫണായിട്ട് ലൈഫും ക്യാമ്പസ് ലൈഫൊക്കെ പ്രധാനപ്പെട്ടാണ്. ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്ലബ്ബുകളും ഫോറംസ് നെറ്റ്വർക്ക് ക്യാമ്പസിൽ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. കാരണം എല്ലാവരും പ്ലേസ്മെന്റിന് ആസ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പ്ലേസ്മെന്റ് ആവശ്യമില്ലാത്ത നിരവധി ആൾക്കാരുണ്ടാവും. ബിസിനസ്സിൽ ഗ്രോ ചെയ്യാനോ ബിസിനസ് തുടങ്ങാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരും MBAക്ക് ചേരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സപ്പോർട്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കൺസൾട്ടൻസി അസൈൻമെന്റ്സ്, ടീച്ചേഴ്സൊക്കെ ചെയ്യുന്ന പല ടോപ്പായിട്ടുള്ള MBA കോളേജിലേക്ക് കൺസൾട്ടൻസി പ്രൊജക്റ്റ് സ്റ്റുഡൻസിന് അവസരം കിട്ടും പങ്കെടുക്കാനൊക്കെയുള്ള. അത്തരം അവസരങ്ങൾ കോളേജിൽ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് മറ്റു കാര്യങ്ങൾ നോക്കി ഒരു പരിധി കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വലിയൊരു എക്സ്പോഷർ ആയിരിക്കും അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ. ഇനി റിസർച്ച് ഫോറംസ്, ടീച്ചേഴ്സ് ചെയ്യുന്ന റിസർച്ചിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് പേപ്പർ പബ്ലിക്കേഷനും മറ്റ് പേപ്പർ പ്രസന്റ് ചെയ്യാനൊക്കെയുള്ള സപ്പോർട്ട് കോളേജിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. MBA പഠിച്ച് എല്ലാവരും തന്നെ കോർപ്പറേറ്റിൽ പോകണം നിർബന്ധമില്ല. ഇപ്പം ടീച്ചിങ്ങിലൊക്കെ ഒരുപാട് ഓപ്ഷനൊക്കെ ഉണ്ട്. നെറ്റൊക്കെ എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കൂടുന്നുണ്ട്. നെറ്റ് JRF ഒക്കെ എഴുതി റിസർച്ചിലേക്ക് പോകാനൊരു മറ്റൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത്തരം നെറ്റിന് സപ്പോർട്ട്, നെറ്റ് കോച്ചിങ്ങോ അല്ലെങ്കിൽ നെറ്റ് എക്സാം എഴുതാനായിട്ടുള്ള മറ്റ് സപ്പോർട്ടുകളൊക്കെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, മറ്റ് അതർവൈസ് ഉള്ള റിസർച്ചുകളും ഓപ്പർച്യൂണിറ്റീസും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, പ്രൊജക്ട്, എക്കോണമിക് പ്രൊജക്ട്സ് റിലേറ്റഡ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അതൊക്കെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് കുറേയധികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അഗെയിൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിക്ക് നിങ്ങൾ ഏറ്റവും അവസാനത്തെ അത്ര ഒരുപാട് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. കാരണം സ്വിമ്മിംഗ് പൂളും ഹൗസ് റൈഡിങ്ങും ഒന്നുമല്ല MBA കോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ മിക്ക കോളേജുകളിൽ തന്നെ ഒരുപാട് നല്ല അത്യാവശ്യം മിനിമം ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. മിക്ക കോളേജിൽ തന്നെ എയർ കണ്ടീഷനൊക്കെ ആയിരിക്കാം, എസ്പെഷ്യലി പ്രൈവറ്റ് കോളേജൊക്കെ തന്നെ. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രധാനപ്പെട്ടാണ്, പക്ഷെ അത് വളരെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നിന്നും പറയുന്നത് അത്ര നല്ലതല്ല. പക്ഷെ മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ഫാക്കൽറ്റി, എക്സ്പോഷർ, മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഏകദേശം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് മാനുവലി ഒരു മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിലും ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യാൻ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സമ്മറി. അഗെയിൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ ചില കോളേജുകൾ, ഇതെല്ലാം പ്രൈവറ്റ് സെക്ടറിലെ കോളേജുകളാണ്. ഓഫ് കോഴ്സ് ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കുസാറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അതുകൊണ്ടാണ് കുസാറ്റിനെ പറ്റി ഒരു MBA ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ചെയ്തത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളെല്ലാം തന്നെ പ്രോഗ്രാം ഉണ്ട്. LG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും കുഫോസിലും കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്. അവിടെയൊക്കെ നല്ല പ്രോഗ്രാംസുകളാണ്. ഫീസും മറ്റു കാര്യങ്ങളും അവിടുത്തെ പ്ലേസ്മെന്റ് ഒക്കെ അവിടെ പഠിച്ച വിദ്യാർത്ഥികളുടെയൊക്കെ ചെക്ക് ചെയ്യാം. യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ തന്നെ പഠിക്കുന്ന കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാൻ സഹായിക്കുമായിരിക്കും അവരുടെ മറ്റ് സെന്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഈ പ്രൈവറ്റ് സെക്ടറിൽ രാജഗിരി ഒരുപാട് ഡിമാൻഡുള്ള മറ്റൊരു കോളേജാണ് ചങ്ങനാശ്ശേരി ബിംസ്. SB കോളേജിന്റെ ഭാഗമായിട്ടുള്ള ചങ്ങനാശ്ശേരി ബിംസ് ഒരുപാട് ഡിമാൻഡുള്ള, എല്ലാ വർഷവും സീറ്റ്സ് ഫില്ല് ചെയ്യുന്ന ചില കോളേജുകൾ, പല കോളേജുകളിലും സീറ്റ്സ് വേക്കൻ്റ് ആണ്. അഗെയിൻ 100+ സീറ്റ്സ് ഉള്ളത് തന്നെ. അപ്പം തന്നെ ഫില്ല് ചെയ്ത് പോകുന്ന ചില കോളേജുകളാണ് ഈ പറയുന്ന ലിസ്റ്റിലുള്ളത് തന്നെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഡിമാൻഡുള്ള കോളേജസ് ആണ്. നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ ലിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻറ് ഡിമാൻഡ് കാണുന്ന ചില കോളേജുകൾ പറയുന്നത് മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് നടത്തി ഈ കോളേജുകളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. സെയിൻറ്റ് കിഡ്സ് ചങ്ങനാശ്ശേരിക്ക് അടുത്ത് തന്നെയുള്ള മറ്റൊരു കോളേജാണ് സെയിൻറ്റ് കിഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗമായിട്ടുള്ള MBA വളരെ നല്ലൊരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നു. മരിയൻ കോളേജ് കുട്ടിക്കാനം 1-2 മരിയൻ കോളേജ് ഉണ്ട്. പക്ഷേ മരിയൻ കോളേജ് കുട്ടിക്കാനത്ത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടിക്കാനത്ത് മരിയൻ കോളേജ് ഒരു ടോപ്പ് റാങ്ക് ആയിട്ടുള്ള ഒരു കോളേജായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള SCMS കൊച്ചിൻ ഒരു ഡിമാൻഡുള്ള ഒരു കോളേജാണ് SCMS. അഗെയിൻ ഫീസ് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. അഗെയിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോർത്ത് കേരള റീജിയനിലേക്ക് വരുവാണെങ്കിൽ ഫറൂഖ് കോളേജിന്റെ കീഴിലുള്ള FIMS നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു നല്ലൊരു MBA ക്യാമ്പസ് ആണ്. അഗെയിൻ സദേൺ റീജിയനിലേക്ക് വരുവാണെങ്കിൽ TKM എഞ്ചിനീയറിംഗ് കോളേജിന്റെ കീഴിലുള്ള കൊല്ലം TKM MBA അവിടെയും പ്രോഗ്രാമാണ്, നല്ല പ്രോഗ്രാമായിട്ട് കൺസിഡർ ചെയ്യാം. DC വാഗമൺ, അവർക്ക് വാഗമണ്ണും ട്രിവാൻഡ്രം ക്യാമ്പസ് ഉണ്ട്. ഇതൊക്കെ ചില കോളേജസ് പറയുന്നു മാത്രം. അഗെയിൻ ട്രിവാൻഡ്രം തന്നെ CETയുടെ MBA പ്രോഗ്രാം സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
കാരണം CET എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും MBAക്ക് അത്യാവശ്യം ഫീസ് വരുന്നുണ്ട്. പക്ഷേ അതും കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ലൊരു സ്റ്റുഡൻറ്റ് ഫീഡ്ബാക്ക് എല്ലാം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള മറ്റ് കോളേജസ് ഉണ്ട്. കുറച്ച് കോളേജുകളെ നെയിം ചെയ്തത് മാത്രം. നിങ്ങൾക്ക് ദയവായി നിങ്ങൾ കൂടുതൽ കോളേജുകൾ അന്ന കോളേജ് നല്ലതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. എഗെയിൻ നിങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളൊരു ഏതൊരു കോളേജിനെ പറ്റി ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ അലുമിനിയായിട്ട് എങ്ങനെയും കണക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ലിങ്ക്ഡിൻ നല്ലൊരു ഫോറമാണ്. അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ ഫീഡ്ബാക്കാണ്. ചുരുങ്ങിയത് 2 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുക്കുക. ഒരാളുടെ അല്ല 2, 3, 4 പേരുടെ ഫീഡ്ബാക്ക് എടുക്കുക. അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. അപ്പം അവരുടെ ഇപ്പോഴത്തെ അലുമിനി അപ്പോൾ ഒരു 2025 എന്ന് പറയുമ്പോൾ 2022 പഠിച്ചിറങ്ങിയ 23 പഠിച്ചിറങ്ങിയ അലുമിനിയൊക്കെ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ അലുമിനി സ്റ്റാറ്റസും ചോദിക്കുക. എഗെയിൻ അവരോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ലിങ്ക്ഡിൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അവരോട് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്ത് നിങ്ങൾ അവരുമായിട്ടൊക്കെ ഫീഡ്ബാക്ക് എടുത്ത ശേഷം ഒരു കോളേജ് ചൂസ് ചെയ്യുക. അപ്പം എഗെയിൻ വൺസ് അഗെയിൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഇന്ന കോളേജ് നല്ലതാണോ നമ്മളോട് അങ്ങനെ ജനറലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. നമുക്ക് സ്റ്റുഡൻറ്റ് ഡിമാൻഡ് കൂടുതലുള്ള എല്ലാ വർഷവും ഈസി ആയിട്ട് ഫില്ലപ്പ് ചെയ്ത് പോകുന്ന സീറ്റ്സ് വേക്കൻ്റ് അല്ലാതെ പോകുന്ന ഏതാനും കോളേജുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റു കോളേജുകളുണ്ടാവും. സ്റ്റിൽ മറ്റ് നിങ്ങളുടെ റിസർച്ചിന് വിടുന്നു. നിങ്ങൾ തന്നെ സ്വയമായിട്ട് തീരുമാനം എടുക്കുക. ഒരാളുടെ മാത്രം അഭിപ്രായം ഒരിക്കലും നോക്കരുത്. പല ഫാക്ടേഴ്സ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം വൈസായിട്ട് കോളേജ് തീരുമാനിക്കാനായിട്ട്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഫൈനലി വി ആർ നിങ്ങളുടെ മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് വീഡിയോസ് അക്സസ് ചെയ്യാനായിട്ട് യൂസ് അവർ ജോയിൻ ബട്ടൺ. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ പരിചയപ്പെടുത്തുക. സോ വി ഹാവ് മെമ്പർഷിപ്പ് ഓപ്ഷൻ. ഫസ്റ്റ് ഗെയിമാറ്റേജ് ആൾക്കാർക്ക് വേണ്ടി 59 മന്ത്ലി റേറ്റിലുള്ള മെമ്പർഷിപ്പ് പ്ലാൻ കണ്ടിന്യൂ ചെയ്യുന്നു. സോ വിൽ കണ്ടിന്യൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. വീണ്ടും ഇൻ്റർവ്യൂ എങ്ങനെയാണ് എക്സ്ക്ലൂസീവായിട്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം. കഴിഞ്ഞ സെക്കൻഡ് വീഡിയോ GDയുടെ മറ്റു വീഡിയോസും കൂടെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ us. ബൈ.